കഥയെ ആരംഭിക്കുന്നത് യോഹെ എന്നും റീന എന്നും പേരുള്ള ഒരു കപ്പിളിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ 2 കൊല്ലമായി ഒരു അപ്പാർട്ട്മെന്റിൽ അവർ ഒന്നിച്ച് താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റീനയ്ക്ക് മൊത്തത്തിൽ മതിയായി കഴിഞ്ഞു. യോഹെ ഒരിക്കലും അവളുടെ ഫീലിംഗ്സിന് വില കൽപ്പിക്കുന്നില്ല, അവളെ വാല്യൂ ചെയ്യുന്നില്ല, അവളോട് പ്രപ്പോസ് ചെയ്യുന്നു പോലുമില്ല. ഒടുവിൽ ആ റിലേഷൻഷിപ്പ് വിട്ടിറങ്ങാൻ വേണ്ടി അവൾ തീരുമാനിച്ചു. വൈകാതെ അവൾ അത് പ്രവർത്തിക്കുകയും ചെയ്തു. അവൾ പോയതിനു ശേഷമാണ് അതിശയകരമായ കാര്യങ്ങൾ ആ അപ്പാർട്ട്മെന്റിൽ നടക്കാൻ തുടങ്ങിയത്. രാത്രിയിൽ യോഹെ ഒറ്റയ്ക്കിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ മിന്നിത്തെളിയാൻ തുടങ്ങി. TV തനിയെ ഓണായി. എന്തിനേറെ പറയുന്നു, ടേബിളിന്റെ പുറത്തിരിക്കുന്ന ബോട്ടിൽസ് വരെ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. എന്താണ് നടക്കുന്നതെന്ന് യോഹയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പേ ആ മുറിയിലേക്ക് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കയറി വന്നു. ആദ്യം യോഹയെ നല്ല രീതിയിൽ ഭയപ്പെട്ടിരുന്നു. പെട്ടെന്ന് അവൻ ലൈറ്റ് ഓൺ ചെയ്തു. അവളുടെ മുഖം തെളിഞ്ഞു. അവളുടെ മുഖം കണ്ടതും ഉള്ളിലുണ്ടായിരുന്ന ഭയം പെട്ടെന്നില്ലാതായി. വന്ന ആ സ്ത്രീ വളരെയധികം സുന്ദരിയായിരുന്നു. തന്റെ മുമ്പിലുള്ളത് ഒരു പ്രേതമാണ് എന്നവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അതും വന്നെത്തിയ പ്രേതമാകട്ടെ അവനോട് വല്ലാത്ത ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എന്താ ഇവളിങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാതെ നിന്ന് യോഹയുടെ റിയാക്ഷൻ അവളെ ഒന്നുകൂടി ചൊടിപ്പിച്ചു. സത്യത്തിൽ റീനയെ നല്ല രീതിയിൽ അവൻ ഇതുവരെ പരിഗണിച്ചില്ലല്ലോ. മോശമായാണ് എല്ലാ കാര്യങ്ങളും നടത്തിയതും. അതിലൊക്കെ പ്രേതത്തിന് അത്യാവശ്യം നല്ല ദേഷ്യമുണ്ടായിരുന്നു. പ്രേതത്തിന്റെ അഭിപ്രായപ്രകാരം കഴിഞ്ഞ 2 കൊല്ലമായി യോഹയെ അവന്റെ ഗേൾഫ്രണ്ടിനെ മുതലെടുത്ത് ജീവിക്കുകയായിരുന്നു. പ്രേതത്തിന്റെ ആ വാക്കുകൾ യോഹയെ അത്യാവശ്യം ഒന്ന് ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായി അവൾ തങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നവളുടെ സംസാരത്തിൽ നിന്നും യോഹയെ മനസ്സിലാക്കി. റീനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഇന്റിമേറ്റ് മൊമെന്റ് അടക്കം എല്ലാം തന്നെ ആ പ്രേതം കണ്ടിട്ടുമുണ്ട്. ഒരു ഘട്ടത്തിൽ ആക്സിഡന്റിലായി പ്രേതത്തിന്റെ നെഞ്ചുഭാഗത്തേക്ക് അവനൊന്ന് നോക്കി. പ്രേതം മുട്ടും മടിച്ചില്ല. കൈവീശി ഒരൊറ്റ അടി കൊടുത്തു. പക്ഷേ പ്രേതത്തിന് യോഹയെ തൊടാൻ പറ്റിയില്ല. കയ്യവന്റെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോന്നു. അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് യോഹയെ ഉറക്കമുണരുമ്പോ മുഖത്ത് വല്ലാത്തൊരു വേദന തോന്നി. തലേന്ന് പ്രേതം കൈവീശിയടിച്ചപ്പോ ശരീരത്തിനുള്ളിലൂടെ അവളുടെ കൈ കടന്നു പോന്നിരുന്നല്ലോ. എന്നിരുന്നാലും തല്ലിന്റെ പാട് കൃത്യമായി മുഖത്ത് പതിഞ്ഞിട്ടുണ്ട്. യോഹയ്ക്കും ഒന്നുമങ്ങ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ജോലിക്ക് പോയി. ജോലിസ്ഥലത്തെത്തിയപ്പോ തൊട്ടടുത്തിരിക്കുന്ന കോവർക്കർ കോന അത് കണ്ടു. എന്താ നിന്റെ മുഖത്തിന് പറ്റിയത് എന്ന തരത്തിൽ ചോദിച്ചു. അവനൊന്നും പറഞ്ഞില്ല. അവൾ അവന്റെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ ഫോട്ടോയിൽ കറുത്തൊരു രൂപം അവന്റെ ചുറ്റിലുമുള്ള പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളൊന്ന് ഭയപ്പെട്ടിരുന്നു. അന്ന് വൈകുന്നേരം യോഹി സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഇൻസ്റ്റന്റ് സ്റ്റിക്കുകൾ വാങ്ങി. സുഗന്ധം പുറപ്പെടുവിക്കുന്ന സ്റ്റിക്കുകൾ. രാത്രിയുടെ വീട്ടിലെത്തി അവൻ അതിൽ ഒന്ന് കത്തിച്ചു. പ്രേതം ഇറങ്ങി വന്നു. ആ ഗന്ധം പ്രേതം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പ്രേതം പറഞ്ഞു, അതങ്ങനെ കത്തിക്കരുത്, തീ പടർന്നു പിടിക്കാൻ കാരണമാകും. യോഹെ അതൊന്നും വലിയ ചെവികൊണ്ടില്ല, അങ്ങനൊന്നും പറ്റില്ല എന്നായിരുന്നു യോഹയുടെ വാദം. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയ അണയ്ക്കാൻ നീയുണ്ടല്ലോ എന്ന് യോഹെ പറഞ്ഞപ്പോ അവൾ സൂചിപ്പിച്ചു, ഈ ലോകത്തിലെ വസ്തുക്കളിൽ ഒന്നിലും തന്നെ തൊടാൻ എനിക്ക് സാധിക്കാറില്ല. അടുത്ത ദിവസം യോഹെ തനിക്ക് ആ അപ്പാർട്ട്മെന്റ് തരാൻ കാരണമായ ഒക്കോഡ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ടു. താൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിചിത്രമായ രൂപത്തെപ്പറ്റി പ്രേതത്തെപ്പറ്റി ഒക്കോഡയോട് ചോദിക്കാനായിരുന്നു അവന്റെ ശ്രമം അത്രയും. ഒക്കോഡയുടെ സംസാരത്തിൽ നിന്നും എന്തോ അയാൾക്കറിയാം എന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അയാൾ വിട്ടുപറഞ്ഞില്ല. വിദഗ്ധമായി ഓരോ ചോദ്യത്തിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറി. അടുത്ത ദിവസം തിരികെ വീട്ടിലെത്തിയ യോഹയെ കണ്ടത് ആ പ്രേതമിരുന്ന് മുഴുവൻ ഇൻസ്റ്റന്റ് സ്റ്റിക്കുകളും ഒന്നിച്ച് കത്തിച്ചു വെച്ചിരിക്കുന്നതാണ്. വീടിനുള്ളിൽ മുഴുവൻ ഗന്ധം നിറഞ്ഞിരിക്കുന്നു. യോഹയെ പെട്ടെന്ന് ജനലൊക്കെ തുറന്നു. പ്രേതത്തെ വഴക്ക് പറയാനും തുടങ്ങി. പ്രേതത്തിനും ഒരു വല്ലായിക തോന്നിയിരുന്നു. രാത്രിയോടെ അവശനായി അവൻ അവിടുത്തെ സോഫയിൽ കിടന്നുറങ്ങി. പ്രേതം അവൻ അരികിലെത്തി അവനെ ഒന്ന് തൊടാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന അവൻ എന്താ വേണ്ടതെന്ന് ചോദിച്ച് വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. ദേഷ്യത്തിലുള്ള അവന്റെ മുഖഭാവവും ആ ചോദ്യവുമൊക്കെ കേട്ടപ്പോ ഹൃദയം തകർന്ന മട്ടിലായിരുന്നു പ്രേതം നിന്നത്. പോരാത്തതിന് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പ്രേതത്തോട് പറയുകയും ചെയ്തിരുന്നു. പ്രേതം വേദനയോടെ പറഞ്ഞു, എനിക്കങ്ങനെ ഇവിടം വിട്ട് പോവാൻ പറ്റുന്നില്ല. ഈ അപ്പാർട്ട്മെന്റിൽ ഞാൻ ബന്ധനസ്ഥയാണ്. ഞാനിവിടെയുള്ളത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എന്തു വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം. അതും പറഞ്ഞ പ്രേതം അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ പോയി ദുഃഖിച്ചു നിന്നു. യോഹയ്ക്ക് കുറ്റബോധം തോന്നി. പ്രേതത്തിനടുത്തേക്ക് ചെന്ന് അവൻ പ്രേതത്തിനോട് ക്ഷമ പറഞ്ഞു. അവിടെ വെച്ചുള്ള
അവളുടെ സംസാരത്തിൽ അവൾ ഒന്ന് മനസ്സ് തുറന്നു. അവൾ പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റിൽ എങ്ങനാ വന്നുപെട്ടത് എന്നെനിക്കറിയില്ല, പക്ഷേ ഇവിടം എനിക്കിഷ്ടമായി. ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഈ ലോകവുമായി എന്നെ കണക്ട് ചെയ്യുന്നുവെന്ന് തോന്നാറുണ്ട്. എന്താ നിന്റെ പേര്? യോഹെ ചോദിച്ചു. അവൾ പറഞ്ഞു, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ പേരിന്റെ ആദ്യ അക്ഷരം എ ആയിരുന്നു, രണ്ടാമത്തെ അക്ഷരം ഐ ആണ്, ബാക്കി ഞാൻ മറന്നുപോയി. അത് കേട്ടതും യോഹെ അവളെ ഐസൂക്ക് എന്ന് വിളിക്കാൻ ആരംഭിച്ചു. അടുത്ത ദിവസം യോഹെ ഐസൂക്കിനോട് സംസാരിച്ചു. നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിൽ എനിക്ക് സംശയമുണ്ട്. അപ്പാർട്ട്മെന്റ് വിട്ട് നിനക്ക് പുറത്തു കിടക്കാനേ പറ്റില്ല എന്ന് നീ പറഞ്ഞല്ലോ, അത് നീ എനിക്കൊന്ന് പ്രവർത്തിച്ച് കാണിച്ചു തരാമോ? അതിനെന്താ എന്ന് പറഞ്ഞ അവൾ കാണിക്കാനൊരുങ്ങി. ഫ്രണ്ട് ഡോർ വഴി അവൾ പുറത്തേക്ക് കടന്നു. പക്ഷേ അതേ അപ്പാർട്ട്മെന്റിനകത്തേക്ക് തന്നെ അവൾ തനിയെ വന്നു കയറി. അത് കണ്ട് പക്ഷേ യോഹെ ഭയപ്പെടുകയായിരുന്നില്ല ചെയ്തത്. എന്തുകൊണ്ടോ അവർക്കിടയിൽ അതെല്ലാം ഒരടുപ്പം രൂപപ്പെടുത്താൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ യോഹെ ഉറങ്ങാൻ കിടന്നു. ഐസൂക്ക് അവന്റെ അടുത്തെത്തിയിരുന്നു. അവനെ ഒന്ന് തൊടാൻ അവൾ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾക്കന്ന് അവനെ തൊടാൻ സാധിച്ചു. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഐസൂക്കിന് അന്ന് ലഭിച്ചത്. കാര്യം, അവൾ വർഷങ്ങളായി അപ്പാർട്ട്മെന്റിലുണ്ട്. അതുവരേക്കും ആരോടും സംസാരിക്കാനോ തൊടാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയോ സാധ്യമാകുന്നു. ഒരാളെ തൊടുക എന്ന വളരെ നിസ്സാരമായ ഒരു കാര്യം പോലും അവളിൽ ഒരുപാട് സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നും അതൊക്കെ മനസ്സിലാക്കിയതും ഇത്രനാൾ എത്രമാത്രം ഒറ്റയ്ക്കായിരുന്നു ഒറ്റപ്പെട്ടവൾ നിന്നിരുന്നതെന്നും എന്തുമാത്രം വേദനയിലൂടെയായിരിക്കും അവൾ കടന്നുപോയിരിക്കുക എന്നും യോഹെ ആലോചിച്ചു. അവൻ അവളോട് സിമ്പതി തോന്നി. പതിയെ പതിയെ അവളുടെ സാമീപ്യം ബ്രേക്കപ്പിന് ശേഷം യോഹെ അനുഭവിച്ചിരുന്ന ലോൺലിനെസ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ അവൾ അവനെ ജോലിക്ക് പോവാനായി ഉറക്കിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. വീട്ടിലുള്ള ഭാര്യയെപ്പോലെ അവന്റെ ഓരോ കാര്യങ്ങളും അവൾ നോക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം യോഹെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുമ്പോ അവന്റെ കോവർക്കർ കാനയും കൂടെയുണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് കയറിയതും വല്ലാത്തൊരു വിചിത്രഗന്ധം എന്നൊക്കെ കാന അഭിപ്രായം പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്റെ മുത്തശ്ശിയുടെ വീട് പോലെ തോന്നുന്നുണ്ട് എന്നാണ് അവൾ പറയുന്നത്. ഐസുക്കയെ കാണാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ വിചിത്രമായ എന്തോ അവൾ സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാനയ്ക്കൊപ്പം അവിടുത്തെ സോഫയിലിരിക്കുമ്പോ യോഹയും ഒന്ന് വല്ലാതായി. ഐസുക്കയ്ക്ക് തന്നോടൊരു താല്പര്യമുണ്ട്, സ്നേഹമുണ്ട് എന്ന് യോഹയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാന തന്നോട് അടുപ്പം കാണിക്കാൻ വരുമ്പോഴും അടുത്തടുത്ത് വരുമ്പോഴും അവളെ ഒഴിവാക്കാൻ യോഹെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാന കുറച്ചുകൂടി അഗ്രസീവായി അവരുമേൽ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. വല്ലാത്തൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയിരുന്നു യോഹയ്ക്ക് അനുഭവപ്പെട്ടത്. താനിപ്പോ എന്തു ചെയ്യും? ഒരു വശത്ത് ഐസുക്കെ, ഒരു വശത്ത് കാന. എന്താകും തന്റെ അവസ്ഥ? അവൻ ചിന്തയിലാണ്ടു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് അണഞ്ഞു. ഐസുക്കെ മുന്നിലേക്ക് വന്ന് കാനയ്ക്ക് മുമ്പിൽ തന്റെ രൂപം കാണിച്ചു. കാന വലിയ രീതിയിൽ ഭയപ്പെട്ടു. കാര്യം, ആ ബ്രേക്കപ്പിന് ശേഷം യോഹയുമായി അവളൊരു അടുപ്പത്തിൽ തന്നെ ആയിരുന്നല്ലോ. എന്തായാലും കാന പോയ ശേഷം യോഹയുമായി പ്രേതം സംസാരിച്ചു. യോഹെ പറഞ്ഞു, കാന എനിക്ക് ഒരു കോവർക്കർ മാത്രമാണ്, അതിനപ്പുറം ഒരു ബന്ധവുമില്ല. അത് കേട്ടതും ഐസുക്കേക്ക് ഒരു സന്തോഷം തോന്നിയിരുന്നു. ഐസുക്കേക്ക് എപ്പോഴും പ്രണയം എന്തെന്നറിയണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ പ്രണയമോ ഒന്നും അനുഭവിച്ചിട്ടില്ല, ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ടില്ല. യോഹയെ ഓരോ തവണയും അവന്റെ മുൻ ഗേൾഫ്രണ്ടിന്റെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോ അവളതൊക്കെ ആഗ്രഹിച്ചിരുന്നു. യോഹയോട് അവളത് പറഞ്ഞു. അവനരികിലേക്ക് ചാഞ്ഞു വന്നു. ഇരുവരും ചുംബിക്കുമെന്ന ഘട്ടമെത്തി. പെട്ടെന്ന് യോഹയൊന്ന് ഞെട്ടിപ്പിന്തിരിഞ്ഞു. അവളുടെ ദേഹത്ത് അവൻ പിടിച്ചിരുന്നു. അത്ഭുതത്തോടെ ഒരു കാര്യം അവർ മനസ്സിലാക്കി. യോഹയ്ക്കിപ്പോൾ അവളെ തൊടാൻ സാധിക്കുന്നു, മറ്റാർക്കും അന്നുവരേക്കും സാധിക്കാത്തയൊന്ന്. ഐസുക്കേക്ക് പെട്ടെന്നൊരു വല്ലായ്മ വന്നു. അവളൊന്ന് ഭയപ്പെട്ടു, ഒപ്പം സന്തോഷിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് യോഹയുടെ അടുത്തേക്ക് കാനയെത്തി. തലേന്ന് കണ്ടതിന്റെ ഷോക്ക് അവളിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. നിന്റെ വീട്ടിലെന്തോ പ്രേതമുണ്ടെന്നും അത് വലിയ അപകടകാരിയാണ് എന്നുമൊക്കെ കാന പറയുന്നുണ്ടായിരുന്നു. എങ്ങനെങ്കിലും അതിൽ നിന്ന് ഒഴിവാകാനും ഇല്ലെങ്കിൽ നിനക്ക് വലിയ അപകടമാണ് എന്നുമൊക്കെ കാന യോഹയോട് പറഞ്ഞു. കൂട്ടത്തിൽ താൻ മുമ്പെടുത്ത ആ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. തന്റെ ഒരു ആന്റി ഉണ്ടെന്നും അവരെ പ്രേതബാധ ഒഴിപ്പിക്കലൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നും അവരുടെ സഹായം ചോദിക്കാം എന്നും കാന കൂട്ടിച്ചേർത്തു. അന്ന് വൈകുന്നേരം യോഹെ തിരികെ എത്തിയപ്പോ ഐസുക്കയുടെ ഒപ്പം ഇരുന്നു. അവൻ പതിയെ അവളുടെ തലയിൽ തലോടി. പെട്ടെന്നൊരു ദിവസം, ഒരു നിമിഷം ഐസുക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം എങ്ങനായിരിക്കും എന്നവൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവളെ തൊടുമ്പോഴൊക്കെ വളരെ വലിയ ഒരു റിയൽ ഫീൽ, ഒരു വാം ഫീൽ, ജീവിച്ചിരിക്കുന്നവളാണവൾ എന്നൊരു തോന്നൽ അവനുണ്ടാകുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഐസുക്കേക്കാകട്ടെ ആ ഒരു ബന്ധം വല്ലാത്തൊരു പൂർത്തീകരണവും നൽകുന്നുണ്ട്. യോഹയെ അവളെ ചേർത്ത് പിടിക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ചതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ യോഹയ്ക്ക് വീണ്ടും പല കാര്യങ്ങളും തോന്നി. എന്തുകൊണ്ടായിരിക്കും അവൾ മരിച്ചത്? എന്തായിരിക്കും ഇവിടെ അവൾ
കുടുങ്ങിക്കിടക്കുന്നത് അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം, അവൻ മനസ്സിൽ ചിന്തിച്ചു. അടുത്ത ദിവസം കാന യോഹയെയും കൂട്ടിക്കൊണ്ടൊരിടത്ത് പോയി. അവിടെ അവളുടെ ആന്റി മിസാക്കി വന്നിരുന്നു. എല്ലാം കേട്ട മിസാക്കി പറഞ്ഞു, യോഹയുടെ അപ്പാർട്ട്മെന്റിലുള്ള പ്രേതം ഭൂമിയിൽ ബന്ധനസ്ഥയായിരിക്കുന്നവളാണ്. അവർക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്കും മാറാൻ പറ്റില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ ആ പ്രേതവുമായി ഫിസിക്കൽ കോണ്ടാക്റ്റിലൊക്കെ ഏർപ്പെട്ടാൽ അത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ അപകടം തന്നെ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് എത്രയും വേഗം അതിനെ ഒഴിവാക്കുന്നതാകും നല്ലത്. പക്ഷേ യോഹെ അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഐസുക്കയെ ഒഴിവാക്കുന്ന അവൻ എതിരു നിന്നു. താനിവിടെ വന്നതുപോലും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അവൾ മരണപ്പെട്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് എന്നും കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം യോഹെ ജോലിക്കായി പോയ ശേഷം മസാക്കി അവിടെ എത്തി. മസാക്കി അപ്പാർട്ട്മെന്റിൽ കടന്ന് തന്റെ ജോലി ആരംഭിച്ചു. ഐസുക്കയെ കണ്ടെത്തി അവളെ ഒഴിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഐസുക്കെ മസാക്കിയെ കണ്ട് ഭയന്ന് ഓരോയിടത്തും മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മിസാക്കി പറഞ്ഞു, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, നിനക്ക് സമാധാനമായ സ്വസ്ഥമായ ഒരിടം കണ്ടെത്തി തരാൻ വന്നതാണ്. നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, നീ ജീവിച്ചിരിക്കുന്ന യോഹയോട് ഒരുപാട് അടുപ്പത്തിൽ ഇവിടെ തുടർന്നാൽ യോഹയുടെ ജീവിതവും അപകടത്തിലാകും. അവനെയും നീ മരണത്തിലേക്ക് വലിച്ചിടും. പിന്നാലെ നിനക്ക് സ്വയം മാത്രമേ ഇവിടെ നിന്നൊഴിഞ്ഞു പോവാൻ പറ്റുള്ളൂവെന്നും ഈ വീട്ടിൽ നിന്ന് നിനക്ക് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു വഴി, അനുവദനീയമായ വഴി അത് മാത്രമാണ് എന്നും പറഞ്ഞ് മിസാക്കി വഴി ചൂണ്ടിക്കാട്ടി കൊടുത്തു. ഇതേസമയം പുറത്ത് വല്ലാത്തൊരു ആശങ്കയിൽ യോഹയെ കാനയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മിസാക്കി പുറത്തേക്ക് വന്നു. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു. യോഹെ ആശങ്കയോടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി ഐസുക്കയെ നോക്കാൻ ആരംഭിച്ചു. അവൾ അവിടം വിട്ട് പോയിരിക്കുമോ എന്നൊക്കെ അവൻ ഭയപ്പെട്ടിരുന്നു. വല്ലാത്തൊരു കുറ്റബോധവും വേദനയും അവന്റെ ഉള്ളിൽ തോന്നി. പക്ഷെ നോക്കുമ്പോൾ അതാ ഐസുക്കെ ബാൽക്കണിയിൽ വന്നു നിൽക്കുന്നു. ആശ്വാസത്തോടെ അവൻ ഐസുക്കയുടെ അടുത്തെത്തി. പക്ഷെ അവളാകട്ടെ ആകെ ഹൃദയം തകർന്നു നിൽക്കുകയായിരുന്നു. അവൾ അവനോട് ക്ഷമ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാ എനിക്ക് തോന്നുന്നത്, ഞാൻ പൊക്കോളാം അവൾ പറഞ്ഞു. ഉടൻ അവൻ എടുത്തു പറഞ്ഞു, ഒരിക്കലുമില്ല, നീ എന്റെ ലൈഫിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിന്നെ കൂടുതലായി മനസ്സിലാക്കാനാ ഞാൻ മസാക്കിയുടെ സഹായം ചോദിച്ചത്, അല്ലാതെ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനല്ല. നിന്റെ പാസ്റ്റ് ഒക്കെ അറിയണം എന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടതും ഭയത്തോടെയാണെങ്കിലും ഐസുക്കി അക്കാര്യം ചോദിച്ചു. യോഹയ്ക്ക് തന്റെ ബോയ്ഫ്രണ്ട് ആകാമോ എന്ന്. തനിക്കിപ്പോ ഈ വീട് വിട്ടെങ്ങനെ പുറത്തു പോകണമെന്നറിയാമെന്നും അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോവാൻ പറ്റും എന്നും അവൾ എടുത്തു പറയുന്നുണ്ട്. യോഹയ്ക്കും അത് കേട്ട് സന്തോഷം തോന്നിയതേയുള്ളൂ. അടുത്ത ദിവസം മുതൽ യോഹെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഐസുക്കയുമായി പുറത്തു പോവാൻ തീരുമാനിച്ചു. തിരികെ പോകുന്ന വഴിക്ക് അവൻ ഐസുക്കയ്ക്കായി നല്ലൊരു ജോഡി ചെരുപ്പ് വാങ്ങി. ഐസുക്കയ്ക്ക് അടുത്തെത്തി അവൻ ആ ചെരുപ്പ് അവൾക്ക് ധരിക്കാൻ കൊടുത്തു. അവൾക്ക് വീടിന്റെ ബാൽക്കണി വഴി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ. അതാണെങ്കിലോ ഒരുപാട് ആഴമുള്ള ഏരിയയുമാണ്. യോഹെ താഴെയെത്തി അവളോട് ചാടാൻ പറഞ്ഞു. ഐസുക്കയ്ക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷെ യോഹെ നിർബന്ധിച്ചപ്പോ അവൾ അത് പ്രവർത്തിച്ചു. ഐസുക്കെ താഴെ നിന്ന് അവളെ പിടിച്ചു. താഴെ ഇറങ്ങിയതും അവരിരുവരും ഒന്നിച്ച് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പുറപ്പെട്ടു. പക്ഷെ അപ്പോഴും അതിശയകരമായി ഒന്ന് സംഭവിച്ചു. മനുഷ്യരിടുന്ന പോലുള്ള ചെരുപ്പ് ധരിച്ചതുകൊണ്ടോ എന്തോ അവളെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് വ്യക്തമാകുന്നില്ല. പക്ഷെ ആളുകൾ അവരിരുവരെയും നോക്കി. പലയിടത്തും അവർ ഒന്നിച്ചു കറങ്ങി. സന്തോഷത്തോടെ യോഹെ അവളെ അടുത്തുള്ളൊരു കഫേയിൽ കൂട്ടിക്കൊണ്ടുപോയി. ചോദിക്കാതെ തന്നെ 2 ഗ്ലാസ് വെള്ളവും മറ്റും ആദ്യമേ മേശപ്പുറത്തെത്തി. ഐസുക്കയെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് യോഹെ തിരിച്ചറിഞ്ഞത് അങ്ങനെയായിരുന്നു. പിന്നീട് ഐസുക്കെ തന്നെ പറഞ്ഞ് യോഹയെ അടുത്തുള്ള മൂവി തിയേറ്ററിൽ കൊണ്ടുപോയി. പക്ഷേ അന്നവിടെ അവധിയായിരുന്നു. ഇരുവർക്കും ഒന്നിച്ച് സിനിമ കാണാൻ സാധിച്ചില്ല. താൻ ജീവിച്ചിരുന്ന സമയത്ത് എപ്പോഴും ഇവിടെ വരുമായിരുന്നെന്നും തന്റെ പ്രിയപ്പെട്ട സ്ഥലമാണിത് എന്നും ഐസുക്കെ പറഞ്ഞു. യോഹെ പെട്ടെന്ന് തന്നെ അവളെ സമാധാനിപ്പിച്ചു. വിഷമിക്കണ്ട, നമുക്ക് നാളെ വരാം എന്നായിരുന്നു അവൻ പറഞ്ഞത്. പക്ഷേ ഐസുക്കെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. അവരിരുവരും അങ്ങനെ ബീച്ച് സൈഡിലെത്തി. അവിടെ വെച്ച് കുറെ നേരം സംസാരിച്ചു. യോഹെ തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യത്തിനും ഐസുക്കെ നന്ദി പറഞ്ഞു. യോഹെ അവളെ ചേർത്തു പിടിച്ചു. പക്ഷേ ഇതിനിടയിലും യോഹെ ചിലത് നിരീക്ഷിച്ചിരുന്നു. ഐസുക്കെ അവൾക്കിഷ്ടപ്പെട്ട ഓരോ കാര്യവും പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ്. ഇനി ഒരുപക്ഷെ അവളുടെ ഈ ലോകത്തെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണവൾ നാളെ മീറ്റ് ചെയ്യാം, ഇതുപോലെ പുറത്തു പോവാമെന്നൊക്കെ പറയുമ്പോ റെസ്പോണ്ട് ചെയ്യാത്തത്? യോഹയുടെ ഉള്ളിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഐസുക്കെ അപ്പോഴും സൈലന്റായി തുടർന്നതേയുള്ളൂ. ഐസുക്കയെ സംബന്ധിച്ച് അവൾ ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷത്തിലാണ് ഈ നിമിഷങ്ങൾ കടന്നുപോകുന്നത്. പരമാവധി ഇത് കുറച്ചുകൂടി നീട്ടിക്കിട്ടണേ എന്ന് മാത്രമേയുള്ളൂ. അന്ന് സന്ധ്യയോടെ അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തി. യോഹെ ഉറങ്ങാൻ കിടന്നു. ഐസുക്കെ അവൻ അരികിലേക്ക് നടന്നെത്തി. വല്ലാത്തൊരു ദുഃഖഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നു. മിസാക്കിയുടെ വാക്കുകൾ അവളുടെ
അവളുടെ ചെവിയിൽ തെളിഞ്ഞു കേട്ടു, യോഹയുമായി നീ കൂടുതൽ അടുക്കുംതോറും അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. നീ അവനെ മരണത്തിലേക്ക് വലിച്ചിടും. താൻ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന യോഹയെ മരണത്തിലേക്ക് വലിച്ചിടാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല. അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ പോലും അവളുടെ കണ്ണുകൾ നിറച്ചു. ഒടുവിൽ വേദനയോടെ അവൾ ആ തീരുമാനത്തിലെത്തി. അവൾ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോവാൻ പോകുന്നു. മസാക്കി അതിനുള്ള സൂപ്പർ നാച്ചുറൽ പാത ഐസുക്കേക്കെന്ന് കാണിച്ചു കൊടുത്തിരുന്നു. തനിക്ക് വിശ്രമിക്കാൻ ആവശ്യമായ പൂർണ്ണമായ സന്തോഷം യോഹയെ തനിക്ക് പകർന്നു നൽകി കഴിഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും തന്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ തനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ യോഹയുടെ അടുക്കൽ അവൾക്കത് സാധിച്ചു. വേദനയോടെ കുറച്ചു നേരം കൂടി യോഹയെ അവൾ നോക്കി നിന്നു. ഒടുവിൽ ഉറങ്ങുന്ന അവന്റെ കവിളിൽ അവൾ ഒരു ചുംബനം നൽകി. അവളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ചുംബനം. തിരികെ പോകുന്നതിന്റെ തൊട്ടുമുമ്പ് തന്റെ ഈ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്ന സന്തോഷത്തിന് അവൾ അവനോട് നന്ദി അറിയിച്ചു. പിന്നാലെ അവിടെ നിന്ന് നടന്നകന്നു. അടുത്ത ദിവസം യോഹയെ ഉണരുമ്പോൾ അവിടെങ്ങും ഐസുക്കെ ഉണ്ടായിരുന്നില്ല. അപ്പാർട്ട്മെന്റിലെ നിശബ്ദത വല്ലാത്തൊരു ഭാരമായി അവന്റെ ഹൃദയത്തിൽ പതിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൻ വേദനയോടെ മിസാക്കിയുടെ ഇടത്തെ കൂടി. മിസാക്കിക്ക് അടുത്തു ചെന്ന് കാര്യം ചോദിച്ചു. മിസാക്കി അന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. യോഹയുമായി അവളുടെ അടുപ്പം യോഹയെ മരണത്തിലേക്ക് നയിക്കും എന്നടക്കം താൻ അറിയിച്ച കാര്യങ്ങൾ, നിത്യതയിലേക്ക് പോകുവാൻ അവൾക്കുള്ള വഴികാട്ടിയ കാര്യങ്ങൾ. ഞാൻ അവളെ പറഞ്ഞയച്ചിട്ടില്ല. അവൾ പോയിട്ടുണ്ടെങ്കിൽ അവൾ സ്വയമേ തന്നെ തോന്നിപ്പോയതായിരിക്കും. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ, നിന്നെ മരണത്തിലേക്ക് നയിക്കാൻ അവൾ ആഗ്രഹിച്ചിരിക്കില്ല. യോഹയ്ക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കാനേ സാധിച്ചുള്ളൂ. അവന്റെ ഹൃദയം തകർന്നിരുന്നു. വേദന അവനിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അടുത്തതിനി എന്തു ചെയ്യണമെന്നറിയാതെ വേദനയിൽ അവൻ കുറച്ചു ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അടുത്തൊരു ദിവസം യോഹയ് വീണ്ടും തനിക്ക് ആ അപ്പാർട്ട്മെന്റ് വിട്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ ചെന്ന് കണ്ടു. അയാളോട് തന്റെ കൂടെ ഉണ്ടായിരുന്ന, താൻ ഇഷ്ടപ്പെട്ടിരുന്ന ഐസുക്കെ എന്ന പ്രേതരൂപം അവിടം വിട്ട് പോയ കാര്യം പറഞ്ഞു. അവളുടെ അഡ്രസ് അറിയാമെങ്കിൽ പറഞ്ഞു തരാമോ എന്ന തരത്തിൽ ചോദിച്ചു. ഒരിക്കൽ ഐസുക്കെക്കൊപ്പം യോഹയെ എത്രമേൽ സന്തോഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു ഒക്കൂഡ അവളുടെ വിവരങ്ങൾ നൽകി. അവളുടേത് ഒരു സാധാരണ മരണമായിരുന്നു. ഒക്കൂഡയിൽ നിന്ന് വിവരം കിട്ടിയ യോഹയ് അവളെ അടക്കം ചെയ്ത കുഴിമാടത്തിനരികിലെത്തി. അവൾക്കിഷ്ടപ്പെട്ട ആ ഗന്ധം പരത്തുന്ന ആ വസ്തു അവിടെ കത്തിച്ചു വെച്ചു. അവളോട് സംസാരിക്കുന്ന പോലെ അവൻ അവിടെ നിന്ന് സംസാരിച്ചു. എന്റെ അനുവാദമില്ലാതെ ഞാൻ വാങ്ങിയ ചെരുപ്പം കൊണ്ടുപോയത് ശരിയായില്ല എന്ന് ചെറിയോടെ അവൻ പറഞ്ഞു. പിന്നാലെ ആ ചിരി വേദനയുടെ മുഖഭാവം നിറച്ചു. അവന്റെ വേദന പ്രകടമായിരുന്നു. എത്രമേൽ അവളുടെ ഓർമ്മകൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും അവന്റെ മുഖം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നാളുകൾ കടന്നുപോയി. ഒരു വർഷം പിന്നിട്ടു. ഐസുക്കെക്ക് ഏറെ ഇഷ്ടപ്പെട്ട തിയേറ്റർ എന്ന് പറഞ്ഞിരുന്ന ആ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ യോഹയ് എത്തി. അവിടെ സിനിമ കാണാൻ അവൻ ഇരിക്കുമ്പോ മറുവശത്തിരുന്ന് ചെറുതായി മുടിവെട്ടി നിർത്തിയിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഐസുക്കെ പുനർജനിച്ച പോലെ, അവന് വലിയ പരിചയമുള്ള പോലെ ആയിരുന്നു അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ കണ്ണുകൾ അവനോടുള്ള ഇഷ്ടം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.